പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ദിനം വലിയൊരു അനുഗ്രഹത്തിന്റെയും അഭിഷേകത്തിന്റെയും ദിനമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്നേ ദിവസം പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. ഓരോ മേഖലയിലെ ശരിക്കും തകർന്നടിഞ്ഞ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രിയ സഹോദരങ്ങൾ അങ്ങനെ ഒരു പ്രാർത്ഥന റിക്വസ്റ്റ് സ്വീകരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിന്റെ വലിയൊരു ഇടപെടൽ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ സംഭവിക്കും. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ലൂക്ക 1:53 വചനം വെളിപ്പെടുത്തുകയാണ്. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. അതായത് ആത്മാവിനായിട്ടുള്ള വിശപ്പ് പോലെ തന്നെ പക്ഷെ ഒരു ഭൗതിക മേഖലയിൽ, ആരോഗ്യത്തിന്റെ മേഖലയിൽ, അല്ലെങ്കിൽ ഒരു ജോലിയുടെ അതും കൂടി പ്രിയ സഹോദരങ്ങളെ ശരിക്കും ഒരു ആത്മീയ കാഴ്ചപ്പാടില് ശരിക്കും ആത്മാവിന്റെ വരദാന ഫലങ്ങളെല്ലാം നമുക്ക് നൽകാൻ കർത്താവ് ഒരുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഭൗതികമായ കാര്യങ്ങളും ഈശോയ്ക്ക് അറിയാം നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെന്ന്. അപ്പൊ ശരിക്കും ഈ അർത്ഥം അതിൻ്റെ ഭൗതികവും ആത്മീകവുമായ തലങ്ങളിലേക്ക് പ്രിയ സഹോദരങ്ങൾ ഈ വചനം വിരൽ ചൂണ്ടുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. കർത്താവേ, ഇത് ഞങ്ങൾ ഏതൊക്കെ മേഖലയിൽ സമാധാനമില്ല, സ്വസ്ഥതയില്ല, കുടുംബത്തിലേക്ക് കയറുമ്പോൾ നരകതുല്യം, അതുപോലെ വിശ്വാസത്തിൽ ബോധ്യങ്ങളില്ല, ഞങ്ങൾക്ക് നിത്യജീവനെ കുറിച്ചുള്ള പ്രത്യാശയില്ല, ചെറിയ സഹനത്തിന് മുമ്പിൽ ഞങ്ങൾ പതറുന്നു, പ്രലോഭനത്തിന് മുമ്പിൽ ഞങ്ങൾ വീട് പോകുന്നു. കർത്താവേ, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് അവിടുന്ന് സംതൃപ്തരാക്കി എന്ന വചനം കർത്താവേ ഞങ്ങളുടെ ജീവിതങ്ങളിലെ ഈ വചനം അവതീർണമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും. ആമേൻ.